പരസ്പരം യുദ്ധം തുടരൂ. ഡൽഹിയിൽ BJP അധികാരത്തിലേറുമെന്ന് ഉറപ്പായതോടെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ച വാചകമാണിത്. കുറിപ്പിലെ സന്ദേശം ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും ലക്ഷ്യം വെച്ചാണെന്ന് വ്യക്തം. കോൺഗ്രസും ആപ്പും സഖ്യമായി മത്സരിച്ചിരുന്നുവെങ്കിൽ BJP ഡൽഹിയിൽ അധികാരത്തിൽ എത്തില്ലായിരുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ മിക്ക കക്ഷികളുടെയും വിലയിരുത്തൽ. कल राहुल गांधी ने आंकड़े दिखाए ना, 39 लाख वोट 5 महीने में किस तरह से आपने मतदार सूची में डालकर ये चुनाव जीत लिया है। और ये सभी वोट जो वोट का जो आपने जो दिखा है इंक्रीज, सभी वोट बीजेपी को मिले हैं. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസാണ് ഡൽഹിയിലെ തങ്ങളുടെ പരാജയത്തിന് കാരണമെന്ന് ആം ആദ്മി പാർട്ടിയും ആരോപിക്കുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന നിലപാടും ആം ആദ്മി പാർട്ടിയിൽ ശക്തമാണ്. ഡൽഹിയിലെ പരാജയത്തോടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന ആവശ്യം ശക്തമായേക്കും. ഈ വർഷം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വോട്ട് കട്ടറാകുമെന്ന ആശങ്ക ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികൾക്കുമുണ്ട്. അതിനാൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ മുന്നണിയിലുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.